ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ യൂണിറ്റ് 1-ലെ രണ്ടാമത്തെ ചാപ്റ്റർ ഞാനിവിടെ 1 മാർക്ക് ചെയ്ത് പോയത് തെറ്റിപ്പോയതാണ്. മക്കൾ ക്ഷമിക്കണം. ഇതെന്താണ്? 2 ഇപ്പോൾ 2 പോലെ ആയിട്ടില്ലേ? കൊച്ചു ദേവദാരു എന്ന പാഠഭാഗം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അതിൻ്റെ പാഠസംഗ്രഹം, അതിലെ ചോദ്യോത്തരങ്ങൾ സെറ്റാക്കുന്ന വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്വാഗതം. മലയാളം പരീക്ഷ അടുത്ത് കഴിഞ്ഞു. മലയാള സെക്കൻഡും മലയാള ഫസ്റ്റ് പരീക്ഷകളൊക്കെ നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി വീണ്ടും റിവിഷൻ നടത്തുന്ന സമയത്ത് ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം അതിൻ്റെ ചുരുക്കം നിങ്ങളെ കയ്യിലേക്ക് കിട്ടുക, എന്നിട്ട് ചോദ്യോത്തരങ്ങൾ സെറ്റാക്കുക. ഇത് തന്നെയാണ്. എന്നാലും ഈ റിവിഷൻ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യണം? വായിച്ചിരിക്കണം. പിന്നീട് നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്ലാസ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മക്കൾ എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെച്ചേക്കുക. ഇതിലെ നോട്ട്സ് ഓർമ്മയിൽ വെക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്ത് ചെയ്യണം? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തണം, മറന്നു പോരുത്. ഓക്കെ. കൊച്ചു ദേവദാരു പാഠസംഗ്രഹം ഇങ്ങനെയാണ്. ഒരു വനപാലകൻ, ഫോറസ്റ്റ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിലായിട്ടാണ് ഒരു കൊച്ചു ദേവദാരു വളർന്നു നിന്നത്. ഒരു വനപാലകൻ്റെ വീടിന് മുമ്പിലായിട്ടാണ് കൊച്ചു ദേവദാരു വളർന്നു വന്നത്. എല്ലാവരും അതിനെ ഇഷ്ടപ്പെട്ടു. കാട്ടിലെ മരങ്ങളും പക്ഷികളും ചിത്രശലഭങ്ങളും എല്ലാം സന്തോഷത്തോടെ ദേവദാരു വളർന്നു വന്നു. അപ്പോഴാണ് ഒരു ദിവസം ഒരു മാക്പൈ പറന്ന് അതിൻ്റെ കൊമ്പിലിരുന്നത്. ഒരു പക്ഷിയുടെ പേരാണത്. ഇരുന്ന പാടെ അത് ഊഞ്ഞാലാടാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കൊച്ചു ദേവദാരു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. മാക്പൈയോട് ദേവദാരു പറഞ്ഞു, ദയവായി ഇങ്ങനെ ചില്ലിയിലല്ല ചില്ലയിലിരുന്ന് ആടരുത്, അത് ഒടിഞ്ഞു പോകും. തീർച്ചയാണ്, ഞാൻ എത്രയോ വർഷങ്ങളായി ഇവിടെ നിൽക്കുന്നു, ആരും എന്ത് ചെയ്തിട്ടില്ല, എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല. അത് ശരി, എന്നാൽ ഈ വർഷം അത് നടക്കും. ഇങ്ങനെ പറഞ്ഞ് കിളി പറന്നുപോയി. ദേവദാരു സത്യത്തിൽ പേടിച്ചു. എന്ത് നടക്കും? ഇവളെ കൊന്നു കളയുമെന്നുള്ളത്. അവൾ മഞ്ഞിൽ മൂടിക്കഴിഞ്ഞു. പുതുവർഷം വരെ ആരും കാണരുതേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ വന്നു. അവൻ മഞ്ഞെല്ലാം തട്ടിക്കളഞ്ഞു. നീ ഒരു സുന്ദരി തന്നെ, നിന്നെ തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. അതായത് മാക്പൈ പറഞ്ഞ സാധനം ഇവിടെ കട്ടായി പോയതാണ്. മാക്പൈ പറഞ്ഞ എന്താണ്? നിന്നെ പുതുവർഷം വരുന്ന സമയത്ത് വെട്ടിയെടുത്ത് കൊണ്ടുപോകും ആളുകൾ എന്നുള്ളതാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ അങ്ങോട്ട് വന്നത്. നീ ഒരു സുന്ദരി തന്നെ, നിന്നെ തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്, ആ മനുഷ്യൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദേവദാരുവിന് ബോധം പോയി. മരണം ഉറപ്പായല്ലോ. എപ്പോഴോ കണ്ണു തുറന്നു, ദേഹമാസകലം നോക്കി. ചില്ലകളിൽ പല തരത്തിലുള്ള രസക്കുടുക്കുകൾ അവ പ്രകാശിക്കുന്നു. നിന്നെയാണല്ലോ ഞാൻ തെരഞ്ഞു നടന്നതെന്ന് പറഞ്ഞ പാടെ ദേവദാരുവിൻ്റെ ബോധം എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ടായിരുന്നു. ബോധം വന്ന് നോക്കിയപ്പം അവൾ നിന്ന സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. പക്ഷേ തൻ്റെ ഓരോ ചില്ലകളിലും നല്ല രസക്കുടുക്കുകൾ അവയൊക്കെ പ്രകാശിക്കുന്നു. ചില്ലകളിലൊക്കെ വെള്ള നിറത്തിലുള്ള നൂല്, ആന്തലിൻ്റെ അറ്റം സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രത്തിൽ അവസാനിക്കുന്നു. സന്തോഷമായി. അപ്പോൾ ഒരു സഹോദരനും സഹോദരിയും വനപാലകനുമൊത്ത് ദേവദാരുവിൻ്റെ അടുത്ത് വന്നു. കുട്ടികൾ പറഞ്ഞു, ഈ ദേവദാരു പുതുവർഷമരമായി മാറിയിരിക്കുന്നു. എല്ലാ പുതുവർഷത്തിലും നമുക്ക് ഇവിടെ വന്ന് ഇവനെ ഇങ്ങനെ ഒരുക്കണം. ഈ സംഭവം നടന്നിട്ട് ഒത്തിരി വർഷങ്ങളായി. വനത്തെ സ്നേഹിച്ച ആ വനപാലകൻ മരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മക്കൾ വലുതായി. ഇപ്പോൾ ഓരോ പുതുവർഷം വരുമ്പോഴും ദേവദാരു പഴയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഓർക്കുന്നു. ഇതായിരുന്നു നമ്മുടെ പാഠഭാഗത്തിൻ്റെ രത്നചുരുക്കം. ഇനി ചോദ്യം നോക്കാം. ദേവദാരുവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? കൊച്ചു ദേവദാരു മറ്റു മരങ്ങളിൽ നിന്ന് വേറിട്ട് ഒറ്റക്കാണ് വളർന്നു വന്നത്. പ്രത്യേകത 1 അതാണ്. കൊച്ചു ദേവദാരു മറ്റ് മരങ്ങളിൽ നിന്ന് വേറിട്ട് ഒറ്റക്കാണ് വളർന്നു വന്നത്. ഏകയും സന്തോഷവതിയുമായി ചെറുജീവികളോടും കിളികളോടും കൂട്ടുകൂടിയാണ് അവൾ ജീവിച്ചിരുന്നത്. മറ്റു മരങ്ങൾ ഏറെ വാത്സല്യത്തോടെ അവളെ നോക്കിയിരുന്നു. അങ്ങനെ ഏകയാണെങ്കിലും അവൾ സന്തോഷവതിയായിരുന്നു. കാരണം ചെറുജീവികളോടും കിളികളോടും കൂട്ടുകൂടിയാണ് ആ കൊച്ചു ദേവദാരു ജീവിച്ചു വന്നത്. മറ്റു മരങ്ങൾ ഏറെ വാത്സല്യത്തോടെ അവളെ നോക്കിയിരുന്നു. ഇതാണ് കൊച്ചു ദേവദാരുവിൻ്റെ പ്രത്യേകതകൾ. സെറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേവദാരു ഒറ്റപ്പെടാനുള്ള കാരണം എന്താ? സിമ്പിള്. മറ്റു മരങ്ങളെല്ലാം കാടുകളിൽ കൂട്ടുചേർന്നാണ് വളർന്നിരുന്നത്. എന്നാൽ ദേവദാരു വനപാലകൻ്റെ വീടിന് സമീപം തുറന്ന ദേശത്താണ് വളർന്നത്. അതുകൊണ്ട് തന്നെ അതിനു ചുറ്റും മറ്റു മരങ്ങൾ ഒന്നും ഇല്ലായിരുന്നതിനാലാണ് ഒറ്റപ്പെട്ടു പോയത്. സെറ്റാണോ? മറ്റു മരങ്ങളെല്ലാം കാടുകളിൽ കൂട്ടുചേർന്നാണ് വളർന്നിരുന്നത്. എന്നാൽ ദേവദാരു വനപാലകൻ്റെ വീടിന് സമീപം തുറന്ന ദേശത്താണ് വളർന്നത്.
അതുകൊണ്ട് തന്നെ അതിനു ചുറ്റും മറ്റു മരങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നതിനാലാണ് അത് ഒറ്റപ്പെട്ടു പോയത്. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, ദേവദാരുവിന് ഭയാശങ്കകൾ ഉണ്ടായ സന്ദർഭങ്ങൾ എന്തെല്ലാമാണ്? ഒറ്റക്കാണ് വളർന്നു വന്നതെങ്കിലും ഏകാന്തത അനുഭവിച്ചിടാതെ മറ്റു ജീവികൾ കൂട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ അതിൻ്റെ ചില്ലയിൽ ജീവിച്ചിരുന്ന മാക്പൈ എന്ന പക്ഷി പെരുമാറിയത് തീർത്തും നിർദ്ദയമായിട്ടായിരുന്നു. എന്താ നിർദ്ദയം? ഒട്ടും ദയയില്ലാതെ, കരുണയില്ലാതെ കൊമ്പ് കിടന്നിങ്ങനെ ആടുക മാത്രമല്ല ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിച്ചു. പുതുവർഷത്തിൽ ആരെങ്കിലും അതിൻ്റെ ചില്ലകൾ വെട്ടിക്കൊണ്ടുപോകുമെന്നും അതോടെ തൻ്റെ ജീവിതം അവസാനിക്കുമെന്നും മാക്പൈ പറഞ്ഞു. പുതുവർഷത്തിൽ ആരെങ്കിലും അതിൻ്റെ ചില്ലകൾ വെട്ടിക്കൊണ്ടുപോകുമെന്നും അതോടെ തൻ്റെ ജീവിതം അവസാനിക്കുമെന്നും ആര് പറഞ്ഞു? മാക്പൈ പറഞ്ഞു. പിന്നീട് ഓരോ ദിവസവും ഭയാശങ്കകളോടെയാണ് ദേവദാരു കഴിച്ചുകൂട്ടിയത്. സെറ്റ്. നെക്സ്റ്റ്, ഡിസംബർ 31 ദേവദാരുവിനുണ്ടായ അനുഭവം എന്തായിരുന്നു? മാക്പൈ എന്ന പക്ഷി ദേവദാരുവിനോട് അവൾക്ക് പുതുവർഷം വരെയേ ആയുസ്സുണ്ടാവുകയുള്ളൂ എന്നും അന്ന് ആരെങ്കിലും വെട്ടിക്കൊണ്ടുപോകുമെന്നും പറയുന്നു. അതോടെ അവൾ ഓരോ നിമിഷവും ഭയന്ന് ജീവിക്കുന്നു. ഡിസംബർ മാസത്തെ കനത്ത മഞ്ഞ് വീണ് സ്വയം മൂടപ്പെട്ട ദേവദാരു ഇനി തന്നെ ആരും കാണില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്നു. എന്നാൽ പുതുവർഷത്തലേന്ന് വനപാലകൻ അവളെ തേടിയെത്തുന്നു. വർദ്ധിച്ച ഭയത്താൽ തൻ്റെ അന്ത്യം അടുത്തു എന്ന് കരുതി അവൾ ബോധം കെട്ട് വീഴുന്നു. മരങ്ങളുടെ മഹത്വം അറിയാമായിരുന്ന വനപാലകൻ ദേവദാരുവിൻ്റെ സ്ഥാനം നോക്കി പുതുവർഷമായി അലങ്കരിക്കുകയായിരുന്നു. എല്ലാ വർഷങ്ങളിലും അങ്ങനെ തന്നെ അവളെ നിലനിർത്താം എന്നയാൾ തീരുമാനിക്കുന്നു. അതോടെ ദേവദാരുവിൻ്റെ ഭയവും മാറുന്നു. സെറ്റ്. നെക്സ്റ്റ്, ദേവദാരുവിൻ്റെ ബാല്യകാലം എങ്ങനെയുള്ളതായിരുന്നെന്നും അതിൻ്റെ ചിന്തകളും ആശങ്കകളും എന്തായിരുന്നു എന്നും നിങ്ങൾക്കറിയാം. അത് കൊച്ചു ദേവദാരുവിൻ്റെ അനുഭവങ്ങൾ ആത്മകഥാരൂപത്തിലേക്ക് മാറ്റി എഴുതുക. കൊച്ചു ദേവദാരു അവൻ്റെ കഥ തന്നെ എന്ത് ചെയ്യുക, നമ്മളെടുത്ത് പറയാം. എങ്ങനെയായിരിക്കും? എൻ്റെ പേര് ദേവദാരു, ഞാൻ ജനിച്ചതും വളർന്നതും കാടിൻ്റെ പശ്ചാത്തലത്തിലാണ്, കാട്ടിലല്ല. എന്നാൽ ഒരിക്കലും കാട്ടിലെ വലിയ മരങ്ങൾക്കൊപ്പമായിരുന്നില്ല. അവിടെ മരങ്ങളെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ഒരു വനപാലകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലുള്ള തുറന്ന പ്രദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ദൂരെ നിന്ന് വലിയ മരങ്ങൾ ഏറെ വാത്സല്യത്തോടെ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് എന്തുമാത്രം സന്തോഷിച്ചിരുന്നുവെന്നോ. ഒറ്റക്കായിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും ഏകാന്തത അനുഭവിച്ചിരുന്നില്ല. കാരണം എന്നെ കാണാൻ വന്നിരുന്ന കൂട്ടുകാരായിരുന്നു. ചെറിയ പ്രാണികൾ, പക്ഷികൾ, എലികൾ എന്നിവരൊക്കെ എൻ്റെ ചങ്ങാതിമാരായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും വലിയ പേമാരിയും ഇടിയും മിന്നലൊക്കെ വരുമ്പോൾ ഞാൻ ഏറെ ഭയന്നിരുന്നു. അന്നൊക്കെ എന്നെ ചേർത്ത് പിടിക്കാൻ മുത്തശ്ശി മാമനങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഏറെ ആശിച്ചിരുന്നു. അന്നൊക്കെയാണ് ഒറ്റപ്പെടലിൻ്റെ വിഷമം ഞാൻ അറിഞ്ഞത്. എല്ലാവരാലും സ്നേഹിക്കപ്പെട്ട ഞാൻ അങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. മാക്പൈ എന്നു പേരുള്ള പക്ഷി ഒരു ദിവസം വന്നെൻ്റെ ചില്ലയിലിരുന്നു. ഇരുന്നതിൽ എനിക്ക് ഒട്ടും പരിഭവം ഉണ്ടായിരുന്നില്ല. അവളുടെ പ്രവൃത്തിയാണ് എന്നെ ഏറെ വേദനിപ്പിച്ചത്. അന്ന് ഞാൻ കുഞ്ഞായിരുന്നത് കൊണ്ട് എൻ്റെ ചില്ലകൾ ലോലവും കനം കുറഞ്ഞതുമായിരുന്നു. അവൾ അതിൽ കയറിയിരുന്ന് മുമ്പോട്ടും പിമ്പോട്ടും ആടി. ഞാൻ അവളോട് അങ്ങനെ ചെയ്യരുത് എന്ന് പലതവണ പറഞ്ഞു. തുടർന്ന് അവൾ പുതുവർഷത്ത് മാത്രമേ ഞാൻ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. വനപാലകൻ എന്നെ വെട്ടിക്കൊണ്ടുപോകുമെന്ന വാർത്തയാണ് ഞാൻ അപശകുനം പോലെ കേട്ടത്. അങ്ങനെ ഒരു നാൾ ഡിസംബർ മാസത്തിൽ അവസാന നാൾ വനപാലകനെ കണ്ടപ്പോൾ ഞാൻ ആകെ ഭയന്നു. ഡിസംബറിൻ്റെ മഞ്ഞാൽ ഞാൻ പുതിയപ്പെട്ടിരുന്നു. പക്ഷെ വനപാലകൻ എൻ്റെ ദേഹത്ത് കിടന്നിരുന്ന മഞ്ഞ് കുടഞ്ഞു കളഞ്ഞു എന്നെ അടിമുടി വീക്ഷിച്ചു. ഭയത്താൽ എൻ്റെ ബോധം പോയിരുന്നു. അതാണ് എൻ്റെ അവസാന നിമിഷമെന്ന് ഞാൻ കരുതിയിരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ് ബോധം വീണപ്പോൾ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. നല്ലവരായ വനപാലകരും അവരുടെ മക്കളും ഞാൻ നിന്നിരുന്ന സ്ഥാനത്തു നിന്ന് പുതുവർഷമായി അലങ്കരിക്കുകയായിരുന്നു. ഇത് കണ്ട സന്തോഷത്താൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും എന്നെ അലങ്കരിച്ച് പരിപാലിക്കുമെന്നുള്ള പ്രതിജ്ഞ എടുത്ത് അവർ തിരിച്ചുപോയി. ഇതൊക്കെ ഇന്ന് മുതിർന്ന പ്രായത്തിൽ ഓർക്കുമ്പോഴും ഇന്നലെ എന്ന പോലെ ഓർമ്മ വരുന്നു. ഡയറി എഴുതിയതാണ്, ആത്മകഥ എഴുതിയാണ്, ഓർമ്മിച്ച് വെക്കുക, ഇതുപോലെ എഴുതിക്കൊള്ളുക. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചു ദേവദാരു എന്ന കഥ നൽകുന്നത്. വിശദമാക്കുക. സെർഗെയ് മിഹൽക്കോഫിൻ്റെ കൊച്ചു ദേവദാരു എന്ന കഥ ഒരേ സമയം ബാലസാഹിത്യ കൃതിയും പരിസ്ഥിതി അവബോധം വളർത്തുന്ന കൃതിയുമാണ്. കഥ വായിക്കുമ്പോൾ ഇത് ദേവദാരുവിൻ്റെ കുട്ടിക്കാല അനുഭവങ്ങൾ പങ്കുവെക്കുന്ന കഥയാണ് എന്ന് തോന്നാം. എന്നാൽ ഇത് ദേവദാരു ജീവിക്കുന്ന ആവാസ വ്യവസ്ഥകളെയും ഋതുവൈവിധ്യങ്ങളിലും വൃക്ഷജന്തുജാലങ്ങളെയും അവയുടെ സഹവർത്തിത്വത്തെയും കാണിച്ചിരുന്നു. കഥയുടെ ആദ്യ ഭാഗത്തിൽ ദേവദാരുവും മറ്റ് വൃക്ഷങ്ങളും എങ്ങനെയാണ് വളരുന്നത് എന്ന് പറയുന്നു. മഞ്ഞും
മഴയും വെയിലും എങ്ങനെയാണ് വൃക്ഷങ്ങൾ അതിജീവിക്കുന്നതെന്നും കഥയിൽ കാണാൻ സാധിക്കുന്നു. മനുഷ്യപ്രകൃതിയെ എല്ലായിടത്തും നശിപ്പിക്കുന്ന കാഴ്ചയാണ് വർത്തമാനകാലത്ത് കാണാൻ കഴിയുന്നത്. എന്നാൽ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യരുണ്ടെന്ന് ഈ കഥ നമ്മോട് പറയുന്നു. കഥയിലെ വനപാലകനും മക്കളും പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന മനുഷ്യ പ്രതീകങ്ങളാണ്. സാധാരണയായി മനുഷ്യൻ ദേവദാരുവിൻ്റെ ചില്ലകളൊക്കെ വെട്ടിയെടുത്തുകൊണ്ടുപോയാണ് പുതുവർഷം അലങ്കരിക്കുന്നത്. എന്നാൽ കഥയിലെ വനപാലകനും മക്കളും ദേവദാരു എവിടെയാണോ നിൽക്കുന്നത് അവിടെ വെച്ച് തന്നെ അവൾ അലങ്കരിച്ച് പുതുവർഷം ആഘോഷിക്കാനാണ് തീരുമാനിക്കുന്നത്. എല്ലാ വർഷവും ആഘോഷം അങ്ങനെ മതി എന്നയാൾ തീരുമാനിക്കുന്നു. ഇത് അവരുടെ പ്രകൃതി സ്നേഹമാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യമാണ് കൊച്ചു ദേവദാരു എന്ന കഥ മുന്നോട്ട് വെക്കുന്ന സന്ദേശമെന്ന് നിസ്സംശയം പറയാം. സെറ്റാണല്ലോ. അപ്പോൾ കൊച്ചു ദേവദാരു എന്ത് ചെയ്യുക? പാഠഭാഗം വായിക്കുക, പാഠസംഗ്രഹം നോക്കുക, ക്വസ്റ്റ്യൻ ആൻസർ നോക്കുക, സെറ്റാക്കിക്കൊള്ളുക. അടുത്ത വീഡിയോയുമായിട്ട് മാഷ് എന്ത് ചെയ്യുന്നുണ്ട്? ഉടനെ വരുന്നുണ്ട്. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ബോക്സ് മറക്കല്ലേ. താങ്ക് യു.